രേണുവിൻ്റെ വാക്കുകളിലൂടെ തന്നെയാണ് പല സത്യങ്ങളും പുറത്തു വന്നത്. ഒരു പെൺകുട്ടിക്ക് അവൾക്ക് ഉണ്ടായ ദുരനുഭവം അവളത് പുറത്തു പറയുമ്പോൾ അവളെ പരിഹസിക്കുന്നവർ ഇതും കൂടി ഒന്ന് കേൾക്കണം. പറഞ്ഞു അടുത്ത സീൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ എന്നെ കൊണ്ട് ബെഡിൽ കിടത്തിയിട്ട് പുക്കളയിൽ എന്തോ മുന്തിരി വെച്ചിട്ട് അയാൾക്ക് കടിച്ചെടുക്കണം എന്ന് ഇയാൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു നടക്കുന്ന കേസല്ല ചേട്ടൻ. ഇത് ആ സ്പോട്ടിൽ വെച്ചുണ്ടായ ശബ്ദമാണ്. അത് നിങ്ങളൊന്ന് കേട്ടു വെക്കുക. ഒരു പെൺകുട്ടിയെ പ്ലാൻ ചെയ്ത് ചതിക്കാൻ നോക്കി, പക്ഷേ ദൈവം അവളെ അവിടെ രക്ഷിച്ചു. അത് പലതരത്തിലും ആയിരിക്കാം. അതായത് മീഡിയക്കാരിലൂടെയും മറ്റും അവൾക്ക് രക്ഷ ലഭിച്ചു. അവൾ ജീവിക്കാൻ വേണ്ടിയിട്ട് പാടുപെടുന്ന ഈ സമയത്ത് ഒരു കൂട്ടം ജനങ്ങൾ അസൂയ കൊണ്ട് അവളെ ഉപദ്രവിക്കാൻ നിൽക്കുകയാണ്. എന്നിട്ട് അവളെ വളരെ മോശമായിട്ട് അവളെപ്പറ്റി ചിത്രീകരിക്കുന്നു. ഇവളെ ഉപദ്രവിക്കാൻ വന്ന വ്യക്തി തന്നെ അവൾക്കെതിരായിട്ട് ഒരു ഇൻ്റർവ്യൂ നൽകി അവളെ പരിഹസിക്കുകയാണ്. ഇതെല്ലാം എന്താണ്? നിർഭാഗ്യവശാൽ അവളുടെ ഭർത്താവ് അപകടത്തിൽ മരിച്ചുപോയി. പിന്നെ അവൾ എണീറ്റ് നിൽക്കുകയോ ചിരിക്കുകയോ ഒന്നും പാടില്ല എന്നാണ് പൊതുജനം അഭിപ്രായപ്പെടുന്നത്. അവളുടെ ജീവിതമൊന്നും മെച്ചപ്പെടുത്തിക്കൂടാ. ഇതൊക്കെയാണ് ചില ആൾക്കാരുടെ ചിന്ത. അതൊക്കെ ശരിക്കും ശരിയായിട്ടുള്ള രീതിയാണോ? ചിന്തിച്ചു നോക്കുക. അവൾ ജീവിക്കട്ടെ, അവൾ അവളുടേതായ രീതിയിൽ ജീവിക്കട്ടെ. ആരെ ഉപദ്രവിക്കാൻ അവൾ വരുന്നില്ലല്ലോ. അപ്പോൾ അവളെ അങ്ങ് വിടുക. അവൾ അവളുടേതായ രീതിയിൽ ജീവിക്കും. അവൾക്ക് വേണ്ടിയിട്ട് വളരെ മോശമായി ചിത്രീകരിക്കുക, അവളെ ഉപദ്രവിക്കാൻ നോക്കുക, അവളെ ചവിട്ടി താഴ്ത്തുക. ഇതാണ് കുറേ ആൾക്കാരുടെ ലക്ഷ്യം. ദയവായി അവളെ ഒന്ന് വെറുതെ വിടും. അവൾ ജീവിച്ചോട്ടെ.